ഹലോ, എല്ലാവർക്കും മൈ സ്വീഡൻ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാനൊരു ഷോപ്പിങ്ങിന് പോകുന്ന വീഡിയോ ആണ്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വലിയ ഭീകര ഷോപ്പിംഗ് ഒന്നുമല്ല. കുറച്ച് വീട്ടു സാധനങ്ങൾ മേടിക്കാനായിട്ട്, കുറച്ച് ഗ്രോസറി, പച്ചക്കറി ഇതൊക്കെ മേടിക്കാനായിട്ട് വീടിനടുത്തുള്ളൊരു കടയിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുതായിട്ടൊരു വ്ളോഗ് എടുക്കാം. കൂട്ടത്തിൽ ഞാനിന്ന് ഫിഷ് നിർവാണ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ഇവിടെ സ്വീഡനിൽ എനിക്ക് വീടിനടുത്തായിട്ട് തന്നെ ഉള്ളൊരു ഇന്ത്യൻ സാധനങ്ങളെല്ലാം തന്നെ കിട്ടുന്നൊരു ഗ്രോസറി സ്റ്റോറിലാണ് പോകുന്നത്. അതിൻ്റെ പേര് ഓറിയന്തോസ് എന്നാണ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെ നമുക്കിവിടെ കിട്ടും. ഇവിടെ കിട്ടാത്തതായിട്ട് കുടംപുളിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി എല്ലാം തന്നെ ഇവിടെ നമുക്ക് കിട്ടും. അപ്പം നല്ല മഞ്ഞൊക്കെയുള്ളൊരു ദിവസമായിരുന്നു. ഞാൻ അത് കാരണം നടന്നാണ് പോയത്. ഈ ഷോപ്പിൻ്റെ അകത്ത് നല്ല തിരക്കാണ്. അപ്പോൾ അത് കാരണം എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു വെച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേസ്ട്രി ഷീറ്റ് കണ്ടു, അതുപോലെ പനീർ കണ്ടു. അപ്പോൾ പനീർ ഞാൻ ഇതിനു മുമ്പ് ഈ കടയിൽ കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഇത്തവണ അത് കണ്ടു. പിന്നെ എനിക്ക് ചെറുപയർ എടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും ഇവിടെ നിന്ന് തന്നെയാണ് ചെറുപയർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് എടുത്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ച ആ നീല ബാഗായിരുന്നു എടുത്തിട്ടുണ്ടായത്. പക്ഷേ ഇത്തവണ വന്നപ്പോൾ അതിൻ്റെ വിലയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ അധികം വേറെ ബ്രാൻഡുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൊത്തത്തിലെല്ലാം ഒന്ന് എടുത്തെടുത്ത് നോക്കി. കാരണം നമുക്ക് ചെറുപയർ പല ബ്രാൻഡിൻ്റെ കിട്ടാനുണ്ട്. വില കുറവുള്ളത് ഏത് ബ്രാൻഡിൻ്റെയാണെന്ന് നോക്കിയിട്ടാണ് ഞാൻ ഇത്തവണ എടുത്തത്. ചിലപ്പോഴൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, ഉള്ളത് തന്നെ എടുത്തിട്ട് പോരേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം എല്ലാ പൾസസും കിട്ടും. എല്ലാ തരത്തിലുള്ള പരിപ്പ് വർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് അരിപ്പൊടി വേണമായിരുന്നു. അരിപ്പൊടി ഇവിടെ കിട്ടുന്നത് ഇങ്ങനെ റൈസ് മ്യോൾ എന്ന് പറഞ്ഞിട്ടൊരു പൊടിയായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിപ്പോൾ എന്ത് പൊടിയാണെന്ന് എനിക്കറിയില്ല. വറുത്ത പൊടിയാണോ പച്ചപ്പൊടിയാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നതും അപ്പം ഉണ്ടാക്കുന്നതും ഒക്കെ ആ ഒരു പൊടി ഉപയോഗിച്ചിട്ടാണ്. എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ ഫിഷ് നിർവാണ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിന് പറ്റിയ മീൻ വേണം. നെയ്മീൻ വെച്ചിട്ടോ അല്ലെങ്കിൽ കരിമീൻ വെച്ചിട്ടോ ഒക്കെയാണ് അത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതെടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ കുറച്ച് കക്ക കണ്ടത്. ഇത് മറ്റേ വലിയ കക്കയാണ്, മറ്റേ കല്ലുമുക്കായുടെയൊക്കെ ഉള്ളിലിരിക്കണേ അത്. അപ്പോൾ ഞാൻ അതിൻ്റെ വില ചെറുതായിട്ട് നോക്കി. ഇവിടെ ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും സാധനത്തിൻ്റെ വില അറിയണമെങ്കിൽ അതിൻ്റെ QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ അതിന് 70 ക്രോണ. വലിയ കുഴപ്പമില്ല, ഭീകര വിലയല്ല, എന്നാൽ വലിയ ലാഭമില്ല. അന്ന് ഒരു കുഴപ്പമില്ലാത്തൊരു വില ആയതുകൊണ്ട് ഞാനതെടുത്തു. പിന്നെ എനിക്ക് മറ്റേ മീൻ വേണമായിരുന്നു, നെയ്മീൻ. അപ്പോൾ ഞാൻ ഇവിടുത്തെ എല്ലാ മീനുകളും എടുത്തെടുത്ത് നോക്കി. കുറേ ചാളയുണ്ട്. ചാള മീൻസ് മത്തിയില്ലേ, മത്തിയുണ്ട്. ഇത് മത്തിയാണ്. പിന്നെ കിളിമീനുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ നെയ്മീൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ മീനല്ലേ, അതിവിടെ കിട്ടിയില്ല. പിന്നെ ഈ മറ്റേ ആവോലി എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു ഫിഷാണിത്. അപ്പോൾ ഇതിന് നല്ല റേറ്റ് ആയിരുന്നു. അത് കാരണം ഞാൻ ഇതെടുത്തില്ല. അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഫിഷ് നിർവാണ ഉണ്ടാക്കാമായിരുന്നു. പിന്നെ ഞാനിതെടുത്തില്ല. പിന്നെ വലിയ മീനൊക്കെ എടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരാൾ മാത്രമേ ഫിഷ് കഴിക്കുള്ളൂ. അപ്പോൾ എനിക്കൊരാൾക്ക് വേണ്ടിയിട്ട് വലിയ മീനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ന് തീർക്കാനാണ് അതൊക്കെ. അപ്പോൾ അത് കാരണം ഞാൻ ചെറിയ മീൻ നോക്കി. എനിക്കിവിടെ നിന്ന് കിട്ടിയില്ല. അങ്ങനെ നോക്കി ഇരുന്നപ്പോഴാണ് ഞാൻ ഇവിടുത്തെ കടകളിലൊന്നും നമുക്ക് കിട്ടാത്തൊരു മീനാണ് നമ്മുടെ നാട്ടിലെ കൊഴുവ. അത് ഉണക്കിയത് ഇവിടെ കാണുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പ്രൈസ് 50 ക്രോണ. 50 ക്രോണയ്ക്ക് 100 ഗ്രാം. ഭയങ്കര നഷ്ടമായിട്ട് എനിക്ക് തോന്നി. അത് കാരണം ഞാൻ പിന്നെ അതവിടെ തിരിച്ചു വെച്ചു. പിന്നെ അവിടെ ഉണക്കമീനായിട്ട് വേറൊരെണ്ണം കണ്ടത് നമ്മുടെ ചെമ്മീനില്ലേ, ഉണക്കച്ചെമ്മീൻ. അത് ഇത്രയും വലിയ ഉണക്കച്ചെമ്മീൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നാട്ടിലൊക്കെ കണ്ട് കുഞ്ഞു ഉണക്കച്ചെമ്മീനല്ലേ, ഇത് ഇത്തിരി വലിയ ഉണക്കച്ചെമ്മീനാണ്. പിന്നെ ഇതിനു മുമ്പ് ഇവിടെ സോയാ ചങ്ക്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ സോയാ ചങ്ക്സ് വന്നതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ അച്ചാർ കിട്ടും കേട്ടോ. നാട്ടിലത്തെ ടേസ്റ്റുള്ള അച്ചാർ ഞാൻ അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു അച്ചാറാണ്. ഞാൻ ആദ്യം ഇതൊന്ന് ട്രയൽ നോക്കാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷേ ഇതിന് നല്ല ടേസ്റ്റാണ്. അത് കാരണം ഞാൻ പിന്നെയും വാങ്ങി. അതുപോലെ ഇവിടെ നമുക്ക് വേറെ കുറേ സാധനങ്ങൾ കിട്ടുന്നത് ഇതുപോലത്തെ ഫ്രോസൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രോസൺ നമുക്ക് കോക്കനട്ട് കിട്ടും. അതുപോലെ കുറേ വെജിറ്റബിൾസൊക്കെ ഉണ്ട്. നമ്മുടെ കോവയ്ക്കയും പടവലങ്ങയും വഴുതനങ്ങയും അതൊക്കെയുണ്ട്. പിന്നെ അതില്ലാതെ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ റെയറായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ മാംഗോസ്ട്രീ എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്. അതുണ്ട്, സ്ട്രോബെറി ഉണ്ട്, അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും തന്നെയുണ്ട്. പിന്നെ കടയിൽ നല്ല തിരക്കായതുകൊണ്ട് അധികം അവിടെ ചുറ്റിപ്പറ്റി നിൽക്കാതെ വേഗം തന്നെ നമ്മൾ സാധനം ബില്ല് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. കാരണം ഇരുട്ടി തുടങ്ങിയായിരുന്നു. വീട്ടിൽ ചെന്നിട്ട് വേണമല്ലോ നമുക്ക് ഡിന്നറൊക്കെ ഉണ്ടാക്കാനായിട്ട്.
വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വേറൊരു കടയും കൂടി ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് കുറച്ച് ഇന്ത്യൻ ഗ്രോസറി കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ഞാൻ മീൻ വാങ്ങി. പക്ഷെ അവിടെ വെച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിലേക്ക് വന്ന് ആദ്യം തന്നെ ചെയ്തത് ആ ഫിഷ് നന്നാക്കുക എന്നുള്ളതായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ റെസിപ്പിക്കായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, അപ്പോൾ നമുക്കിവിടെ ബ്ലാക്ക് പെപ്പറാണ് എടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്. ഇതെല്ലാം ഞാൻ കുറച്ചെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് നാരങ്ങാനീരും. അപ്പോൾ ഇത്രയും കുറച്ചെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒരു 1 ഫിഷാണ്. കാരണം ഞാൻ മാത്രമേ മീൻ കഴിക്കുള്ളൂ ഇവിടെ. അപ്പോൾ പിന്നെ എനിക്ക് വേണ്ടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു മീനിൻ്റെ വലിപ്പത്തിനനുസരിച്ച്, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, നിങ്ങൾ എടുക്കുന്ന മീൻ ഏതാണോ അതിൻ്റെ മീനിൻ്റെ വലിപ്പം എന്താണോ അതിനനുസരിച്ച് അതിന് പാകത്തിന് വേണ്ട ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കുറച്ച് നാരങ്ങാനീരും, അപ്പോൾ അത്രയും നിങ്ങൾ എടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഫിഷിൻ്റെ സൈസിലുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ആ മീനിൽ നന്നായിട്ട് പുരട്ടി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, പച്ചമാങ്ങ. അപ്പോൾ ഈ 4 ഐറ്റം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് ഈ ഫിഷ് നിർവാണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ മേടിച്ചിരിക്കുന്ന മീൻ തിലാപ്പിയ ആണോ കരിമീനാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പക്ഷേ ഏകദേശം കണ്ട ഒരുപോലെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ആ ഫിഷിനെ കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ മസ്റ്റാണ് ഇതിന് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആ എണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണ ഈ ഒരു ഫിഷ് ഇട്ട് അത് കുറച്ച് നേരം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അത് മൊരിയിച്ചെടുക്കണം. മൊരിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫുള്ളായിട്ട് കുക്കാവണ്ട, ജസ്റ്റ് ഒരു എന്താ പറയുക, ആ ഫിഷിൻ്റെ ഒരു സോഫ്റ്റ്നെസ് പോവാത്ത വിധത്തിൽ, അതിനെ ഭയങ്കര കട്ടിയായിട്ട് ആവാതെ അതിനൊരു സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്ന വിധത്തിൽ ആ ഒരു പാകത്തിന് നമ്മളിതിനെ പൊരിച്ചെടുത്താൽ മതി. അതിൻ്റെ പുറം ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രൗണിഷായി വരുന്ന ഒരു സ്റ്റേജിൽ നമുക്കതിനെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരാൾക്കുള്ള പോർഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഈ കുക്ക് ചെയ്ത ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഈ ജസ്റ്റ് ഈ ഫിഷ് പൊരിച്ച ആ ഓയിൽ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു നല്ല അപ്പച്ചട്ടി പോലത്തെ ഇതൊരു കുഴിയൊക്കെ ഉള്ളൊരു പാത്രം എടുക്കുക. അപ്പോൾ ഞാൻ ഒരു പാത്രം എടുത്തു. അതുപോലെ തന്നെ നമുക്ക് വാഴയിലയിലാണ് ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ വാഴയിലയും കൂടി വാടുമ്പോൾ ഉള്ളൊരു ഫ്ലേവർ ഉണ്ടല്ലോ, അതും കൂടി ഇതിന് കിട്ടും. അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്ക് വാഴയില ഒരെണ്ണം ഞാൻ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുക്ക് ചെയ്ത ആ ഓയിലില്ലേ, അതായത് ആ മീൻ പൊരിച്ച ഓയിൽ ബാക്കിയുള്ളത് അതിനകത്തേക്ക് ഒഴിച്ചു. അതും വെളിച്ചെണ്ണ തന്നെയാണ്. ഞാൻ ഇതിനകത്തേക്ക് ഇത് അത്യാവശ്യം ഓയിൽ ഉള്ളതുകൊണ്ട് തന്നെ അഡീഷണലി വേറെ ഓയിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ കുറച്ച് ഓയിലും കൂടി ഇടാം. അതിനുശേഷം നമ്മൾ ആ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ മീനെടുത്ത് അതിന് മേലേക്ക് പ്ലേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫിഷ് ഇതിനകത്ത് നമുക്ക് ഏത് ഫിഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നെയ്മീൻ ഉപയോഗിക്കാം, കരിമീൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊഞ്ചും കൊണ്ടൊക്കെ ചെയ്യാം. പിന്നെ ഇത് നമ്മൾ പൊരിച്ച ഈ ഫിഷിനകത്തേക്ക് നമ്മൾ അടുത്ത മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തേങ്ങാപ്പാലാണ്. അപ്പോൾ എനിക്കിവിടെ ഞാൻ കാണിച്ചു തന്നല്ലോ, ഒന്നില്ലെങ്കിൽ ഫ്രോസൺ കോക്കനട്ട് മേടിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ക്യാനിലായിട്ടുള്ള തേങ്ങാപ്പാൽ മേടിക്കണം. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഇങ്ങനെ ക്യാനിലായിട്ട് കിട്ടുന്നതാണ് വാങ്ങിച്ചത്. അത് നല്ല തിക്ക് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അത് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 പാൽ തന്നെ ഇടാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് ആ പ്ലേറ്റിൽ കാണിച്ചു തന്ന ഇൻഗ്രീഡിയൻറ്റ് അതൊക്കെ എന്തൊക്കെയായിരുന്നു? അതായത് നമ്മുടെ പച്ചമുളക്, പച്ചമാങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, ഈ സാധനങ്ങൾ നമ്മൾ ഈ തേങ്ങാപ്പാലും മീനും ഒക്കെയുള്ള ഈ മിക്സ്ചറിലേക്ക് ഇടും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഈ സമയത്തുണ്ടല്ലോ, നമ്മുടെ സ്റ്റൗ ഓഫാണ്. ജസ്റ്റ് പാൻ ആ ഒരു അടുപ്പിൻ്റെ മേലെ വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ആ പ്ലേറ്റിലുള്ള സാധനങ്ങളെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ ഇടേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കുരുമുളകുമാണ്. അത് നമ്മൾ ഒഴിച്ച ആ തേങ്ങാപ്പാലിന് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ തേങ്ങാപ്പാലിന് വേണ്ടത്ര ഉപ്പും അതിനകത്തേക്ക് കുറച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകും ഇട്ടു. അപ്പോൾ ഇതിനകത്ത് എരിവിനായിട്ട് നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുളിക്ക് മാങ്ങയുണ്ട്, പിന്നെ തേങ്ങാപ്പാലുണ്ട്. ചിലരൊക്കെ വേണമെങ്കിൽ തക്കാളിയും കൂടി അരിഞ്ഞിടും. അപ്പോൾ അത്യാവശ്യത്തിന് മാങ്ങ ഇട്ടത് കൊണ്ട് ഞാൻ പിന്നെ ഇട്ടില്ല. പിന്നെ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. ഇതിന് നമ്മൾ അധികം നേരം കുക്ക് ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് തിള വന്നു കഴിയുമ്പോൾ ഞാനൊന്ന് മൂടി വെച്ചിട്ടൊരു 2 മിനിറ്റ്, മാക്സിമം 2 മിനിറ്റ്, അത്രയും നേരമാണ് നമ്മളത് കുക്ക് ചെയ്തുള്ളൂ. ആ 2 മിനിറ്റിൽ ആ തേങ്ങാപ്പാലും നമ്മുടെ മീനും എല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ മുകളിൽ കാണാൻ പറ്റും. ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫിഷ് നിർവാണ റെഡി ആയിട്ടുണ്ട്.
ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാനത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ്. എനിക്കിതിൻ്റെ ടേസ്റ്റ് മുമ്പൊന്നും അറിയില്ല. പക്ഷേ ഇതിനൊരു യുണീക്ക് ടേസ്റ്റാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെടും എല്ലാവർക്കും. മീനും മീൻകറിയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് മീനാണോ അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷെഫ് പിള്ളൈ സാറൊക്കെ കാണിച്ചത് പാലപ്പത്തിൻ്റെ കൂടെയൊക്കെയാണ്. പക്ഷെ ഞാൻ ഇത് ചോറിൻ്റെ കൂടെയാണ് കഴിച്ചത്. അത് നല്ല ചൂട് ചോറും തൈരും അച്ചാറും പയറുപ്പേരിയൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഷോപ്പിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ ഇതായി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.